ഇപ്പോൾ ഇതാ വി എസിൻ്റെ കുടുംബം, വി എസ് അച്യുതാനന്ദൻ്റെ കുടുംബം വോട്ട് ചെയ്യാനായി എത്തുകയാണ്. അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി എച്ച് സലാമും കൂടെയുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ പത്നിയും മകൻ അരുൺകുമാറുമാണ് വോട്ട് ചെയ്യാനായി എത്തുന്നത്. അമ്പലപ്പുഴയിൽ ഇപ്പോൾ ഷാജഹാൻ വിവരങ്ങളുമായി കൂടി ചേരുകയാണ്. ഷാജി, വി എസിൻ്റെ കുടുംബം അവിടേക്ക് എത്തുന്നു വോട്ട് ചെയ്യാൻ. അമ്പലപ്പുഴയിലെ ഏത് ബൂത്താണത്? തീർച്ചയായിട്ടും അജിംഷാദെ എനിക്ക് തോന്നുന്നത് വി എസ് ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹം എല്ലാ തവണയും വോട്ട് ചെയ്യാനെത്തുന്ന പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 90-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ മകനും വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പക്ഷേ എങ്കിലും അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. നമുക്കറിയാം, അധികാരത്തിന് വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് ഒരാൾ മത്സരിക്കുമ്പോൾ ആ ഒരു മത്സരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും തങ്ങൾക്ക് വിലയേറിയ വോട്ടാണ്. ആ ഒരു വിലയേറിയ വോട്ടിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അവർ ആലപ്പുഴയിൽ എത്തിയിരുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തി. രാവിലെ ബി എസിന്റെ പുന്നപ്ര സമരഭൂമിയിലെത്തി ബി എസിന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് കുടുംബം ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് പറവൂർ സ്കൂളിലെത്തിയിരിക്കുന്നത്. വി എസിന്റെ ശവകുടീരത്തിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷമാണ് കുടുംബം ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. ഷാജിയാണ് വിവരങ്ങൾ നൽകുന്നത്. ഷാജഹാൻ, നേരത്തെ തന്നെ എച്ച് സലാം അവിടെ എത്തി. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് തന്നെ എത്തി ഈ വി എസിൻ്റെ പത്നിയെയും അരുൺകുമാറിനെയും ഒക്കെ കണ്ടിരുന്നു. വി എസിൻ്റെ പത്നിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. എച്ച് സലാമും കൂടെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും അമ്പലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി എച്ച് സലാമും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ കൂടെയുണ്ട്. സാധാരണ നമ്മൾ കാണാറുള്ളത് വി എസ് വോട്ട് ചെയ്യാനായിട്ട് രാവിലെ ഈ സമയത്താണ് ഏതാണ്ട് ക്രമീകരിച്ചെത്തുക. ആ സമയത്ത് ഈ പറവൂരിലെ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ വി എസിനോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പോഴും അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി എച്ച് സലാമും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ വി എസിന്റെ ഭാര്യയും മകനും വോട്ട് ചെയ്യാനെത്തുന്നവരെ അവരോടൊപ്പമാണ് ഇപ്പോൾ ഈ ബൂത്തിലെത്തിയത്. ഇതിനുശേഷം എച്ച് സലാം തന്റെ പോളിംഗ് സെന്ററായിട്ടുള്ള നിറക്കുന്നതാണ്. അവിടെ പോയി അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും വലിയ ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ശക്തമായ ജനങ്ങളുടെ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷം വെയിൽ എന്നുള്ള ശക്തമായ വെയിലുള്ളത് കൊണ്ടാണോ അതോ ഇവിടുത്തെ ഒരു മത്സരത്തിൻ്റെതാണോ എന്നുള്ളത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും വളരെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്നു. അമ്പലപ്പുഴയിലെ പുന്നപ്ര സമര സേനാനികളുടെ പിന്മുറക്കാർ തങ്ങളോട് വഞ്ചന കാണിച്ച, തങ്ങളെ ചതിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായ വ്യക്തിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് അവരിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. തീർച്ചയായും വി എസ് അച്യുതാനന്ദൻ്റെ ഓർമ്മകൾ ഇരമ്പുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ കാലത്തൊക്കെ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ വി എസ് അച്യുതാനന്ദൻ കുടുംബവുമായി എത്തുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇത്. ആ സമയത്ത് തന്നെ വി എസിൻ്റെ ശവകുടീരത്തിലെത്തി അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം ഇതാ കുടുംബം വസുമതിയും അരുൺകുമാറും വി എസ് അച്യുതാനന്ദൻ്റെ പത്നിയും മകനും ഇതാ അവിടെ അമ്പലപ്പുഴയിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. LDF സ്ഥാനാർത്ഥി എച്ച് സലാമും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ വി എസ് അച്യുതാനന്ദൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ആ മഹാനായ വിപ്ലവകാരിയുടെ ഓർമ്മകൾ ഇരമ്പുന്ന അമ്പലപ്പുഴയിൽ ആ കുടുംബം എത്തുന്നത് എന്നുള്ളതാണ്. വി എസിനെ കണ്ട് അല്ലെങ്കിൽ വി എസിൻ്റെ ശവകുടീരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷമാണ്, പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇവിടേക്ക് കുടുംബം എത്തുന്നത്. പരവൂരിലെ ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി എച്ച് സലാമും അവരെ സ്വീകരിക്കാനായി അവിടെ ഉണ്ടായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാനായി വസുമതിയും അരുൺകുമാറും, അതായത് വി എസിൻ്റെ കുടുംബം ഇതാ വോട്ട് ചെയ്ത ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഷാജഹാൻ നൽകിയത്.